ഹേയ് ഗുഡ് പീപ്പിൾ. അപ്പം ഞങ്ങളിന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് വെളി വരെ പോവാണ്. ധനും കൂടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഹോളിഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ഷോപ്പിങ്ങിന് ജയനഗർ വരെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ജയനഗറിലെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ സ്കൂട്ടി ആണെങ്കിൽ കപ്പൺ പാർക്കിൽ വെച്ചിട്ട് അവിടുന്ന് പിന്നെ മെട്രോയ്ക്കായിരുന്നു ജയനഗർ പോയത്. ഇത്രയും വെയിലത്ത് ട്രാഫിക്കിനകത്തിൽ സ്കൂട്ടിയിൽ പോകാനുള്ള ത്രാണി ഞങ്ങൾക്ക് ആർക്കും ഇല്ലാത്തതുകൊണ്ടായിരുന്നു ഞങ്ങൾ മെട്രോയിൽ പോകാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞങ്ങൾ ഓൾറെഡി തീരുമാനിച്ചായിരുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് പോയിട്ട് വരാമെന്ന്. പക്ഷെ പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ 3 പേര് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആൾക്കാരല്ലാത്തതുകൊണ്ട് കാണുന്നതെല്ലാം വലിച്ചു വാരി എടുക്കുകയും പിന്നെ എന്തുണ്ടെങ്കിലും ലക്ഷറി ആയിട്ട് പോകണം എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള ആ ഒരു തീമൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് മാറ്റിയായിരുന്നു കേട്ടോ. ആവശ്യമില്ലാത്തതൊന്നും എടുക്കണ്ടെന്ന് പ്ലാൻ ചെയ്തിട്ടായിരുന്നു ഞങ്ങൾ ഇവിടുന്നേ പോയത്. പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ. കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ കാശ് പോയിട്ടായിരുന്നു ഞങ്ങൾ തിരിച്ചു വന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മെട്രോയിൽ പോകുന്നത് ഞങ്ങൾക്ക് വലിയ പിടുത്തമില്ലായിരുന്നു. അതുകൊണ്ട് പോകുന്ന വഴിക്ക് ഒത്തിരി ആൾക്കാരോട് ചോദിച്ചിട്ടായിരുന്നു ഞങ്ങൾ പോയത്. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് നല്ല ഭാഗ്യമുള്ള ദിവസമായതുകൊണ്ട് കയറിയപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് ഒരു സീറ്റ് പോലും കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. ഏറ്റവും അവസാനം തിരിച്ച് ഇങ്ങോട്ട് വരാൻ നേരത്ത് ആകെ 2 സ്റ്റേഷന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അങ്ങനെ ഞാൻ ഇവരോട് പറഞ്ഞു നമുക്കൊരു റീൽസ് എടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2 പേരെയും പഠിപ്പിച്ചിട്ട് ഒരു റീൽസൊക്കെ എടുക്കാൻ നോക്കുമായിരുന്നു കേട്ടോ. സംഭവം നല്ല രീതിക്ക് പാളിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും ചെയ്തതല്ലേന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നീ എവിടെ കയറി നിൽക്കുക? അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി നടന്നു പോകുമ്പോൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്കും പുറകെ നടന്നു വന്ന അങ്കിളുടെയും കൂടി വീഡിയോ എടുക്കണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അങ്കിളുടെയും കൂടി വീഡിയോ എടുത്തു കേട്ടോ. പുള്ളിയാണെങ്കിൽ പക്ഷെ ചെറുതായിട്ടൊരു വെള്ളിയായിരുന്നു കേട്ടോ. വർത്താനം പറഞ്ഞ് ഞങ്ങളുടെ അങ്ങ് വരെ എത്തി. പിന്നെ എങ്ങനെയോ പാടുപെട്ടോ പുള്ളിക്കാരൻ ഒഴിവാക്കിയത് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്കായിരുന്നു ഞങ്ങൾ ഈ ഒരു പനനൊങ്ക് കണ്ടത്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങിന് പോകുമ്പം എപ്പോഴും ഞങ്ങൾ ഈ സംഭവം കാണുമായിരുന്നു. അപ്പോൾ ധാനു എന്നോട് എപ്പോഴും പറയടി എനിക്കിത് കഴിക്കണമെന്ന്. പക്ഷേ അവൾ ഹോസ്റ്റലായതുകൊണ്ട് പിന്നെ കഴിക്കാനേ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് നേരത്തെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരാണെങ്കിൽ ഇത് തൊലി കളയാതാണ് തന്നത്. ഞാൻ നേരത്തെ കഴിച്ചിട്ടുള്ളതെല്ലാം നല്ല ക്ലീൻ ആയിട്ട് തൊലി കളഞ്ഞിട്ടൊക്കെയായിരുന്നു. അപ്പോൾ എനിക്കൊരു സംശയം ഇത് ഇങ്ങനെ തന്നെയാണോ കഴിക്കേണ്ടത്? കാരണം ഈ തൊലി കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഞാനത് കഴിച്ചായിരുന്നു കേട്ടോ. കഴിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ദേഹത്ത് മൊത്തം സംഭവമായിട്ടുണ്ടായിരുന്നു. അല്ലേലും അങ്ങനെ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും എല്ലാം നല്ല ഫ്ലോപ്പായിരിക്കും കേട്ടോ. അങ്ങനെ തിന്നുന്ന കാര്യത്തിലും നല്ല ഫ്ലോപ്പായിട്ടുണ്ടായിരുന്നു. എൻ്റെ ദേഹം മൊത്തമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ അത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കഴിച്ചു. അങ്ങനെ പിന്നെ നടന്ന് കുറേ നടക്കാനുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോ എടുത്തില്ല. ഞാൻ പറഞ്ഞു നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ലാഭിക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷെ അവിടെ മാത്രമേ ലാഭം നടന്നുള്ളൂ, ബാക്കിയെല്ലാം നഷ്ടമായിരുന്നു. അങ്ങനെ കുറേ നടന്നിട്ടാണ് നമ്മൾ ഈ ഷോപ്പിങ്ങിൻ്റെ സ്ഥലത്ത് എത്തിയത് കേട്ടോ. ഞങ്ങൾക്ക് ഒരു പിടിയില്ലായിരുന്നു എവിടെ സംഭവമെന്ന്. അതും കുറേ ആൾക്കാരോട് ചോദിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ശരിക്കും പറഞ്ഞാൽ സ്കൂട്ടിയിൽ വരുമ്പോൾ നമ്മൾ ഈ മാപ്പ് നോക്കി ഇങ്ങ് പോരും. ഈ മെട്രോയിലൊക്കെ ഞങ്ങളങ്ങനെ അധികം വന്നിട്ടില്ല, അതുകൊണ്ട് വലിയ പിടുത്തമില്ലായിരുന്നു. പിന്നെ ഒത്തിരി പേരോട് ചോദിച്ചിട്ടൊക്കെ നമ്മളിങ്ങ് എത്തി കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഒത്തിരി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കടകളുണ്ട്. കടകളല്ല ആക്ച്വലി, ഇങ്ങനെ ഒരു വണ്ടിക്കകത്തിൽ കുറേ തുണികളൊക്കെ ഇട്ടിട്ട് കുറേ ആൾക്കാർ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രസ്സൊക്കെ എടുക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരിദാർ പോലത്തെ സംഭവങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലമാണ് ജയനഗർ. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് മൊത്തം നമ്മുടെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ശിവാജിനഗർക്കാണ് ഏറ്റവും വിലക്കുറവും കുറേ വെറൈറ്റി ഡ്രസ്സ് കിട്ടുന്നതെന്ന്. പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഈ ചുരിദാറിൻ്റെയൊക്കെ വെറൈറ്റി ഡ്രസ്സ് കിട്ടുന്നത് നമ്മുടെ ജയനഗറാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്തം വിട്ടുപോയി. കാരണം അത്രയും വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ടോയ് ഷോപ്പിൽ ഞങ്ങൾ ഇടയ്ക്ക് കയറിയായിരുന്നു. അവിടെ ആകെ 250 തൊട്ട് 300 രൂപ വരെയുള്ള ഒത്തിരി ടോയ്സ് ഉണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ ജസ്റ്റ് നൈറ്റിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ നൈറ്റിക്കൊക്കെ 250 ഉള്ളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ല മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ. നല്ല മെറ്റീരിയലും കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് 2-3 എണ്ണമൊക്കെ ഗ്ലോറി എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇവിടെ ഒത്തിരി കടകളുണ്ട് കേട്ടോ. കുഞ്ഞു കടകൾ ഉള്ളിലോട്ടൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നേ. ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്, ചുരിദാറിന് പറ്റിയ സ്ഥലം ജയനഗറാണ്. ഞാൻ ഇത്രയും വെറൈറ്റി ചുരിദാർ വേറെ എങ്ങും കണ്ടിട്ടില്ല കേട്ടോ. അതും അത്രയ്ക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് അത് കിട്ടുന്നത് കേട്ടോ. കുറേ വെറൈറ്റി ഉണ്ട്. നമ്മളിപ്പോൾ എന്ത് വെറൈറ്റി അല്ലെങ്കിൽ ഏത് മോഡൽ നോക്കി പോയി കഴിഞ്ഞാലും നമുക്ക് കിട്ടും. അതും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. അത് ചുരിദാറിലാണ് എനിക്ക് കൂടുതലും തോന്നിയത് കേട്ടോ. ബാക്കി സംഭവങ്ങളൊന്നും ഞാൻ അധികം നോക്കിയില്ല. ഞാൻ ചുരിദാറായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എടുക്കാൻ പറ്റും. കാരണം ധനുവിന് 2 ഡ്രസ്സ് എടുക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആക്ച്വലി പോയത്. അപ്പം ഞങ്ങളുടെ കയ്യിൽ ഒരു മോഡലും ഉണ്ടായിരുന്നു. ഞങ്ങൾ അത് കാണിച്ചിട്ടാണ് ആക്ച്വലി പോയത് കേട്ടോ. പിന്നെ അവസാനം കുറേ നോക്കി ഞങ്ങൾ ഈ ഒരു കടയിലെത്തി കേട്ടോ. ഈ കടയിലെത്തി കഴിഞ്ഞപ്പം നല്ല അടിപൊളി ചുരിദാർ കിടക്കുന്നുണ്ട് കേട്ടോ. ചുരിദാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വെറൈറ്റി. അത് മാത്രമല്ല
1200-300 റേറ്റിൽ മാത്രമാണ് ഇത്രയും. അന്ന് വെച്ചാൽ 3 പീസ് സെറ്റാണിത് കേട്ടോ. അങ്ങനെ ഞാൻ 2-3 നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണെങ്കിൽ നല്ല അടിപൊളി മെറ്റീരിയലും ആണ്, പിന്നെ നല്ല വെറൈറ്റി കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിവിടുന്ന് 2-3 എടുത്തായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടുന്ന് മൊത്തത്തിൽ ഒരു 4 ചുരിദാർ സെറ്റ് എടുത്തായിരുന്നു കേട്ടോ. ഒറ്റ കടയിൽ നിന്നാണ് ഇത് മൊത്തം എടുത്തത്. അവസാനം ഈ ചേട്ടനോട് ബാർഗെയിൻ ചെയ്ത് ധനു ഒരു വഴിയായി. ആ ചേട്ടൻ പിന്നെ കുറേയൊക്കെ കുറച്ച് തന്നായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഡ്രസ്സെല്ലാം എടുത്തിട്ട് അവിടുന്ന് വെളിയിൽ ഇറങ്ങിയായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ പോകുന്ന വഴിക്ക് കൊച്ചിയേർക്ക് വേണ്ടിയിട്ട് ഒരു ഷൂ എടുക്കാൻ വേണ്ടി നോക്കിയായിരുന്നു. പക്ഷെ നമ്മൾ എടുത്തില്ല കേട്ടോ, ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ നല്ല രീതിക്ക് ടയർഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇത്ര സാധനമൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് വന്നതല്ലായിരുന്നു. പക്ഷെ എടുത്തു വന്നപ്പോൾ കുറേ സംഭവം എടുത്തു കേട്ടോ. അങ്ങനെ നല്ല രീതിക്ക് കാശ് ചിലവായിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ലപോലെ ഞങ്ങൾ ക്ഷീണിച്ചതുകൊണ്ട് അടുത്തുള്ളൊരു ദോശക്കടയിൽ നിന്ന് ഞങ്ങൾ ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. ബാംഗ്ലൂർ വന്നേ പിന്നെയാണ് ഞാൻ ഇത്രയ്ക്ക് മസാല ദോശ കഴിക്കാൻ തുടങ്ങിയത് കേട്ടോ. എനിക്ക് നേരത്തെ മസാല ദോശ ഇഷ്ടമേ അല്ലായിരുന്നു. ഇന്ന് ഞാൻ പിന്നെ ഓർഡർ ചെയ്തത് പൊടി ബട്ടർ മസാല ദോശയായിരുന്നു. ഗ്ലോറി ആണെങ്കിൽ നോർമൽ മസാല ദോശയും, ധനു പിന്നെ ഒരു മഷ്റൂം ഫ്രൈഡ് റൈസും മേടിച്ചു കേട്ടോ. അങ്ങനെ ഫുഡും കൂടി കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരടി നടക്കാനുള്ള ആരോഗ്യം ഞങ്ങൾക്കില്ലായിരുന്നു. പിന്നെ പൈസ ഒന്നും നോക്കിയില്ല, ഞങ്ങളങ്ങ് വാരി വിതറി. പിന്നെ ഓട്ടോയ്ക്കകത്തില്ല അങ്ങ് മെട്രോ സ്റ്റേഷനിൽ എത്തി. 150 രൂപ കൊടുത്തിട്ട് ലാസ്റ്റ് ഇപ്പോഴാണ് അത് 2 സ്റ്റേഷന് വേണ്ടിയിട്ട് മാറും. അപ്പം ശരി എന്നാ ബൈ. അങ്ങനെ ധനുവിനോട് ബൈയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയായിരുന്നു. അവൾ ഡയറക്റ്റ് ഹോസ്റ്റലിലോട്ട് പോകുമായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. അപ്പം ബായ്.